ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഈ സമസ്തയുടെ നേതാക്കൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്ത്രീ വിരുദ്ധത തന്നെ പറയുന്ന സംഘടനയാണ്. അന്ന് എന്തേ ഒരു കോൺഗ്രസിന്റെ ആരും ഒരു നല്ല പ്രതികരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സമസ്ത അങ്ങനെ പറയുന്ന സംഘടനയാണെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് താങ്കൾ കേസ് കൊടുക്കണമെന്നേ. അല്ല, നിങ്ങൾക്കൊക്കെ അപ്പൊ പരാതിയില്ല അതിനകത്ത്? സമസ്തയുടെ നേതാക്കൾ പറയുന്ന ഇത്തരം പച്ചയായ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ നിങ്ങൾക്ക് പരാതിയില്ല? ഇതൊക്കെയാണോ ന്യായീകരിക്കുന്നത്? അത് ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഉദാഹരണം, ഞാൻ സമസ്തക്കാർ മാത്രം സ്ത്രീവിരുദ്ധത പറഞ്ഞതല്ല, പക്ഷെ സമസ്തയുടെ ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പച്ചയായ സ്ത്രീവിരുദ്ധത പറയുകയാണ്. ഒരു പരാതിയും കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല ഇതുവരെ. അല്ലെ, എന്ത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ, ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ മുന്നിൽ അങ്ങനെയുള്ള ഏത് കേസാണ് കാണിക്കാൻ? അല്ല യുവരാജ്, ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഈ ഗവൺമെന്റിന്റെ മുന്നിൽ, ഈ 3 മാസമായ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഉണ്ടായ കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ് എനിക്ക് തരാം, ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 3 മാസത്തിനകത്തല്ല, ഈ കഴിഞ്ഞ 3 ആഴ്ചക്കകത്തുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് രജനെ, ഒരു വിഷയത്തിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച നടത്താം. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലുള്ള ചില വിഷയങ്ങളിൽ നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. ആ അതല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ടി ജി മോഹൻദാസ് സാർ പറയും, താങ്കൾ ടി ജി മോഹൻദാസിനെ അങ്ങേയറ്റം ഏതാണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ വലിയ വായി പുകഴ്ത്തുകയും ആ ഒരു വശം മാറ്റി നിർത്തിക്കൊണ്ട് നാവ് കൊണ്ട് തന്നെ തിരിച്ചു പറയുകയും ചെയ്യുന്നത് എന്തിനാണ്? അല്ല, ഞാൻ എന്ത് തിരിച്ചു പറഞ്ഞു രജനെ? എന്നെ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അങ്ങയുടെ മുമ്പിൽ ഒരു കേസ് ഞാൻ കാണിച്ചു തരാം, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന് അങ്ങ് അക്ഷമ കാണിക്കാതിരിക്കും. ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വിഷയത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. ഇവിടെ 2 ആഴ്ച രജനെ ഒന്ന് അടങ്ങുമെന്ന് ഞാൻ പറയട്ടെ. രജന ഇങ്ങനെ ഭയക്കാതെ ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ പിന്നെ ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? ഞാനൊന്ന് പറഞ്ഞു തീർക്കാൻ അങ്ങ് അനുവദിക്കുന്നില്ലല്ലോ. ചാനൽ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി നാളെ സമരമുഖത്തേക്ക് പോകുമ്പോ, താങ്കൾ യുവമോർച്ച എന്ന് പറയുന്ന സംഘടനയൊക്കെ ബന്ധപ്പെട്ട് സമരമുഖത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ താങ്കളുടെ സംഘടനയെ പറ്റിയ ആളുകളെ പറ്റി അല്ലെങ്കിൽ അതിനകത്തെ വനിതാ പ്രവർത്തകരെ പറ്റി ഇങ്ങനെ ചാനൽ ഫ്ലോറിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വന്ന് ഇന്ന് പറയുമ്പോ താങ്കൾ പറയുമോ അയാൾക്ക്? അത് വിടൂ. അല്ല, അത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാം, അത് ഞങ്ങൾ പ്രതികരിച്ചോളാം. അത് വിടൂ. രജിൻ എന്നോട് ചോദിച്ച വിഷയത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നു. അപ്പൊ അത് കേൾക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലല്ല രജിനെ, അങ്ങൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണ്. ആ ഉത്തരം പറയാനുള്ള കേൾക്കാനുള്ള ക്ഷമ അങ്ങക്കില്ലെങ്കിൽ അങ്ങക്ക് ഭയമാണ്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്താണ് പറയാ? അങ്ങ് ഇപ്പോഴും എന്റെ ചോദ്യം കേൾക്കാനുള്ള ഭയം കാരണമാണ് അങ്ങ് ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ചോദിച്ചത് ഈ 3 മാസത്തിനകത്തുള്ള ഒരു കേസാണ് ഞാൻ ചോദിച്ചത്. നോക്കൂ, ഇവിടെ ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തി, രജന ഒന്ന് അടങ്ങോ? അല്ല, രജന ബഹളം വെച്ച് എത്ര ബഹളം വെച്ചാലും രജന നിശബ്ദമാകുന്ന സമയത്ത് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടേ പോകും. രജന ഉത്തരം പറയേണ്ടിയും വരും. അതുകൊണ്ട് രജന ബഹളം വെച്ചോ. കഴിഞ്ഞോ? യുവരാജെ, ഈ പറയുന്ന താങ്കൾ പറയുന്ന പോലെ ടി ജി മോഹൻദാസുമായി ബന്ധപ്പെട്ട് അതേ രീതിയിലുള്ള കേസ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത്? പറയൂ. ഞാൻ പറഞ്ഞുതരാം. പറയാൻ സമ്മതിക്കാതിരുന്ന പിന്നെ എന്താ ചെയ്യാ? പറയാൻ സമ്മതിക്കാതിരുന്നാൽ എന്താ ചെയ്യാ? നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി 3 വർഷത്തിന് ശേഷമാണ് ജനിച്ചതെന്നും അച്ഛനില്ലാതെ ജനിച്ച ഒരു കുട്ടിയാണ് എന്നും പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നിട്ട് നിങ്ങളോടൊപ്പം രാഷ്ട്രീയമായി സഹചരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ 65-ലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ഒരു FIR ഇടാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാകുന്നില്ല. ഒടുവിൽ കോഴിക്കോട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നവ്യ ഹരിദാസ് കൊടുത്ത കേസിനകത്ത് സൈബർ പോലീസ് FIR എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ത്രീയാണ് അവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. 100 വയസ്സ് വരെ ജീവിച്ച് ഏറ്റവും നന്നായിട്ട് ജീവിച്ച് അയൽ വീടുകളിൽ പാത്രം കഴുകി അവിടുത്തെ തറ തുടച്ച് അവിടെ തുണി അലക്കി ഒരു മകനെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും പച്ചയായ അനാവശ്യം ഈ കേരള സംസ്ഥാനത്തിനകത്ത് പറഞ്ഞിട്ട്, അതും എന്റെയും രജിന്റെയും കൂടിയുള്ള പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ്
എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങി ഭരിക്കുന്ന ഒരു സർക്കാരാണെന്നേ, നിങ്ങൾക്ക് നട്ടല്ലില്ലെന്നേ, അതുകൊണ്ടാണെന്നേ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഒരു കേസ് പറഞ്ഞു തരാൻ പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് ഒരു കേസ് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നില്ല? 65-ലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട് രജനെ. നിങ്ങളുടെ കേരള പോലീസിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൊഴുത്തിലേക്ക് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് നിങ്ങൾ. ഞാൻ രജനിലേക്കും ഗോകുലിലേക്കും വരാം.